നമ്മളെ റെസിപ്പി കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ പുലാവാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തിട്ട് മറ്റൊരു അടിപൊളി ഐറ്റാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു 1/2 കിലോ ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും, പുളിയില്ലാത്ത തൈരാണെങ്കിൽ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കാം. ഞാനിപ്പോൾ പുളിയില്ല തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ളി നേരതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഉള്ളി നമ്മൾ മാറ്റി വെക്കാം. ഈ വഴച്ചെടുത്തിട്ടുള്ള ഉള്ളിയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കനും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് മെയിനായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. 1.5-2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലയിൽ നിന്ന് ചിക്കൻ നമ്മൾ മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള ആ ഉള്ളിയുടെ മസാലയിലേക്ക് നമ്മുടെ കയ്യിലുള്ള മസാലാസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ആ ഒരു എല്ലാം ഇച്ചിരി മതി, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 ഗ്ലാസ് ബിരിയാണി റൈസ് വലുതോ ചെറുതോ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി വെച്ചിട്ട് അതിൻ്റെ പാകത്തിൽ തിളക്കുന്നവരൊന്നും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10-15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി തൂവിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വലിയ ബിരിയാണി റൈസാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ചൂടാ റൈസ് റൈസ് എങ്ങനെയുണ്ട്? ചവക്കട്ടല്ലേ? ബിരിയാണി പോലെയുണ്ടോ അല്ല ഫ്രൈഡ് റൈസ് പോലെയുണ്ടോ? എന്താ ഫ്രൈഡ് റൈസ് പോലെയുണ്ടോ? ആക്ച്വലി ഇതൊരു ചിക്കൻ പുലാവാണ്. പുലാവും ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ റൈസെല്ലാം സെയിം ആണല്ലോ. അധികം മസാല ഇല്ലല്ലോ. നിന്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ബിരിയാണി ഇഷ്ടപ്പെട്ട പുലാവാ? സൂപ്പർ.